വെച്ചിട്ട് വെച്ച് പണക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. മീൻസ് അത് ഷോ ആയിരുന്നു. അത് കഴിഞ്ഞു. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണലി ഒരു ഇഷ്യൂസും ആരുമായിട്ടും ഇല്ല. അതുകൊണ്ട് സഹകരിക്കുന്നു പോകണം. അങ്ങനെയല്ല മനുഷ്യന്മാർ. സുഖമായിട്ടിരിക്കുന്ന hold it. Isn't it? Hold it. Hi. Hi. Hello. Hello. സുഖമല്ലേ എല്ലാവർക്കും? സുഖമാണ്. ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ചോദിക്കുന്ന കാരണം വെച്ചാൽ ഞാനിങ്ങനെ 2-3 സ്ഥലത്തുനിന്ന് ഇങ്ങനെ കേട്ടായിരുന്നു. ഷോയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും നമ്മുടെ ഗുരുവായൂർ ടെമ്പിളിൽ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗോകുലത്തിൽ നിന്ന് താഴെ വന്നിട്ട് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിനോട് ഞങ്ങൾ ക്ഷമിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല, ഞങ്ങളുടെ വണ്ടി മുകളിലാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ ഒത്തിരി പേർക്ക് ഭയങ്കര വിഷമം എന്നൊക്കെ പറയുന്നത് കേട്ടു. ഒത്തിരി നേരം വെയിറ്റ് ചെയ്ത് മഴ നനഞ്ഞതൊക്കെ നിങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. അത് കഴിഞ്ഞാൽ താഴെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് അപ്പോഴും ബൈക്ക് ചെയ്തതല്ല, അത് കണ്ട് നിങ്ങൾ ഹായ് പറഞ്ഞിട്ട് പോകുമായിരുന്നു. കാരണം അത്രയും ലേറ്റ് ആയി, അതാണ് ഒരു റീസൺ. പിന്നെ വന്ന എല്ലാവരോടും ഒത്തിരി സന്തോഷം. ഇത് ഭുവനേഷ് ഹസ്ബൻഡാണ്. ഓക്കെ, ആള് തമിഴാണ്. ബാക്കി എല്ലാ വിശേഷങ്ങളും പതിയെ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ അറിയിക്കുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എപ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, ആരും പോകരുത് കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് അതിനൊന്നും തീരുമാനിച്ചിട്ടില്ല. പുള്ളിക്ക് ഡ്യൂട്ടിക്ക്, അതായത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്ക് വർക്കിന് കയറും. मैं പഠിച്ചു വരുന്നതേ എല്ലാവരുണ്ടോ? താങ്ക് യു സോ മച്ച്. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? റിസപ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? റിസപ്ഷൻ കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ തിരിച്ചു വരുന്നു. ഇല്ല, ഞങ്ങൾ തിരിച്ചു വരുന്നു. അവിടെ എന്തൊക്കെയാ പ്രോഗ്രാം? എന്തൊക്കെയാ എന്തോ അവിടുത്തെ പ്രോഗ്രാം എന്തൊക്കെയാ? നല്ല അടിപൊളിയാണ്. ആക്ച്വലി ഡാൻസ് ഉണ്ട്, എന്റെ ഡാൻസ് ഉണ്ട്, നല്ല ഡെക്കറേഷൻ. ഈ എന്താണ് അതിന്റെ ഒരു നമ്മുടെ ഒരു നല്ല ഫയർ വർക്ക്സ്, നല്ല ഇതൊക്കെ മഴയത്തോട്ട് ഓണമൊക്കെ അല്ലേ? അതെ, അതുകൊണ്ട് നമ്മളൊന്ന് കേരള തനിമയിൽ ആയിട്ട് വരാമെന്ന് ഞാൻ വിചാരിച്ചു. പൊളിച്ചിട്ടാ. ഓക്കെ, വേണ്ട ശരി, സൈഡിലോട്ടല്ലേ? അതെ, അതുകൊണ്ട് നമ്മളൊന്ന്
കേരള തനിമയിൽ വരാമെന്ന് ഞാൻ വിചാരിച്ചു. പൊളിച്ചിട്ടാ. ഓക്കെ, ചെറുതൊരു സൈഡിൽ ശരി. വേണ്ട വേണ്ട അങ്ങനെ വേണ്ട അത് വേണ്ട. ശരി, സൈഡിലോട്ട് ഹാപ്പിയാണോ? നെഗറ്റീവ് രീതിയിൽ പല രീതിയിലും പല ആൾക്കാർ റിയാക്ട് ചെയ്തു. അതിനകത്ത് ക്യാൻസർ രോഗിയായി വയ്യാതിരുന്നിട്ട് പോലും ചേച്ചിനെ കോണ്ടന്റ് ആക്കി പലരും വീഡിയോ ചെയ്തു. എങ്ങനെയാണ് ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഒരു ഇപ്പം എൻ്റെ ഒരു സിറ്റുവേഷൻ പറയാം. ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആവുന്നത്. ഞാൻ ബിഗ് ബോസിൽ പോയപ്പോൾ എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞ് പോലും വീഡിയോസ് ഇറക്കിക്കൊണ്ടിരുന്നു. അങ്ങനെയുള്ള കണ്ടന്റ് അവരുടെ മക്കളെ വെച്ച് പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോസ് എന്ത് ചെയ്യണം? അവൾ ആ രീതിയിലല്ലേ പ്രതികരിക്കുള്ളൂ. അവളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പോസിറ്റീവായിട്ട് ആ ഒരു അസുഖം എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് ഇതൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തെണ്ടുകളുടെ അടുത്ത് പറയേണ്ട ലാംഗ്വേജ് അവൾ ശരിക്കും കുറഞ്ഞു പോയെന്നേ പറയുള്ളൂ. ഞാൻ പറയുന്നത് അങ്ങനെയല്ലേ, പ്രതികരിക്കണ്ടല്ലോ. അവരെ മെന്റൽ പ്രഷർ ഒന്ന് മനസ്സിലാക്കുക. അതായത് ഇതൊക്കെ പറയും, ഇവരെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നു, എന്നിട്ട് അവർ ഫേമസ് ആവുന്നു. എന്ത് കാര്യം ഇരിക്കുന്നു ഇതൊക്കെ? ഒരാൾക്ക് മനുഷ്യത്വം ഇല്ലാണ്ടായിരിക്കും. അതായത് ഇപ്പൊ കമന്റ് സെക്ഷനിൽ വന്നിട്ട് പിന്നെ വേറെ തെരുവിളി ഇതിനൊക്കെ വകവെച്ച് കൊടുക്കുകയല്ലേ. അങ്ങനത്തെ കണ്ടന്റൊക്കെ ഒഴിവാക്കുക. ഇപ്പൊ ഒരാൾക്ക് വേണ്ടത് അയാളെ വെറുതെ വിടാം. നിങ്ങൾ അയാളെ വന്നിച്ചില്ലെങ്കിൽ വെറുതെ വിടാൻ. നിങ്ങൾ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. ഈ പറയുന്ന പോലെ കുറേ റിവ്യൂവേഴ്സ് നിങ്ങൾക്ക് തന്നെ അറിയാം, പേരൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ പബ്ലിസിറ്റി ആക്കുന്നില്ല. പക്ഷെ പണികൾ ഉടനെ വരും. രേണു കുറച്ച് ലീഗലി മൂവ് ചെയ്യുന്നുണ്ട്. ഇന്നലെ പോയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കുറെ പേര് ആക്രമിക്കുന്നുണ്ട്. അതെല്ലാം കൂടി കുറേ പേരല്ല ബ്രോ, വളരെ ചുരുക്കം പേര്, കുറച്ച് പേര് പേഴ്സണലി ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നവരുണ്ട്. അവർക്കെതിരെ അവൾ അല്ല, അവർക്ക് ഓൾറെഡി വേദനയാണ്, ഇനിയും വേദനിപ്പിക്കുന്നതിനാണ് അവര് ചിരിക്കുന്നത്. അവരുടെ ഉള്ളിൽ വേദന ഉണ്ടായിട്ടോ. പേഴ്സണലി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിസിക്കലി ഉണ്ടാവുന്ന പെയിൻ അല്ല ശരിക്കും, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന പെയിനാണ്. അവളിപ്പം മരിച്ചിട്ടില്ലല്ലോ. അതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഓവർകം ചെയ്യാൻ കുറെ കൂടെ പാടുപെടും. കാര്യം ഇന്നലെ കണ്ടപ്പോൾ നമ്മൾ അത്രയും നമ്മൾ ഈ പറയുന്ന പോലെ അവളുടെ സിറ്റുവേഷൻസ് അവൾ പറയുന്നുണ്ട്. കാര്യം ഫിസിക്കലി ഉള്ള പെയിൻ അല്ല, അല്ലാതെ മെൻ്റലി അവൾ അനുഭവിക്കുന്ന ടോർച്ചറിങ് ആണ് ഇതിൽ കൂടുതൽ കിട്ടുന്നത്. അതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ നിൽക്കണമെന്നേ പറയുന്നുള്ളൂ. എല്ലാവരും പറയാനേ പറ്റുള്ളൂ. പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഏത് രീതിയിൽ ആരാണ് ദൈവം അല്ലെങ്കിൽ ആരാണ് ദൈവം ഇല്ലെങ്കിലും പ്രാർത്ഥിക്കുക. ചില റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ സീക്രട്ട് ഏജൻ്റൊക്കെ സൗഹൃദം പോലും മുതലെടുത്ത് ചിലവർ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രേണു ചേച്ചിയുടെ ആണെങ്കിലും പല രീതിയിൽ കോണ്ടന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വയ്യാതെ വന്ന സമയത്ത് ചേച്ചിക്ക് ഒരു ഉപകാരം ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ അതിനെ പോലും കണ്ടന്റാക്കി ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവർ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് ശരിക്കും. ആരെപ്പറ്റി ചോദിക്കുന്നത്? സീക്രട്ട് ഏജന്റിന്റെ ഹെൽപ്പ് ചെയ്ത ആക്ച്വലി ഇന്നലെ ഞങ്ങൾ പോയപ്പോൾ രേണു ആക്ച്വലി അവളുടെ വീട്ടിൽ AC വാങ്ങിച്ചു കൊടുത്തതിനൊക്കെ നല്ലതാണ്. പേഴ്സണലി അവർക്ക് നമുക്ക് അറിയില്ലല്ലോ അത് എന്താണ് പുള്ളി പറയുന്നത്, നമ്മൾ ചിന്തിച്ചിട്ടില്ല. പക്ഷേ രേണു ഹാപ്പിയാണ് എന്തായാലും. അതെ. ഓണൊക്കെ എന്തായി? എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ? വീണ്ടും കയറുന്നു. നിങ്ങൾ ക്യാമറയിലൊക്കെ അങ്ങോട്ട് കയറി. എന്താണ് പുതിയ വിശേഷങ്ങൾ? ബിസിനസ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പൊതുവെ ഞാൻ സുന്ദരി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇതിന് സമരം അവിടെ ധർണ. ഞാൻ വിചാരിക്കുമ്പോൾ അവർ സമരം ജയിക്കുകയാണ്. അത് വെള്ള ഷർട്ടൊക്കെ. എന്തുണ്ട് വിശേഷം? എന്തായി ഓണവിശേഷങ്ങൾ? ഓണവിശേഷം ഓണത്തിന് നാട്ടിലുണ്ടാവും. ഓണം കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകും. അതാണ് പുതിയ വിശേഷം. ഒരു കൂട്ടം നടന്നു വരുന്നുണ്ട്. പിടിച്ചോളൂ. കല്യാണത്തിന് എത്താൻ വേണ്ടി പറ്റിയില്ല. രണ്ടുപേരും കല്യാണത്തിനും അവിടെ എത്തേണ്ടതായിരുന്നു, പക്ഷെ എത്താൻ പറ്റിയില്ല. പക്ഷെ ഇവിടെ എങ്ങനെയൊക്കെയോ ഓടി എത്തി. അത് വരാതിരിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ അങ്ങനെ ഒരു ബന്ധമാണ് അവളായി. ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായി. മനസ്സ് നിറഞ്ഞ അവളെ മുഖത്തുണ്ട് ആ ഒരു പ്രസാദം. ഇല്ല, കുറേ പേരെ എന്താ പറയുക, കുറേ ആൾക്കാർ നെഗറ്റീവ് കമൻസ് കുറേ കണ്ടിട്ടുണ്ട്. ലീവ് ഇറ്റ്, അതിനൊക്കെ ഇഗ്നോർ ചെയ്യുന്നത് നമ്മൾ. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ചിലപ്പം
ഓരോരുത്തരുടെ സ്വഭാവം ഇതായിരിക്കാം. പക്ഷേ എനിക്കറിയില്ല, ഇവരുടെ മാത്രമല്ല എല്ലാ വിവാഹത്തിൻ്റെയും പുറകിൽ അവള് തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി, അതിനപ്പം നമുക്കൊന്നും പറയാനില്ല. പക്ഷെ നമുക്ക് ഭയങ്കര സന്തോഷമായി. നമുക്ക് എല്ലാവരും റീയൂണിയൻ പോലെ ആയി. അതെ അതെ, 5 വർഷമായിട്ട് അവളുടെ എന്താ പറയാ എല്ലാ ഉയർച്ചയും കണ്ട് നമ്മൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു കൂട്ടുകാരായിട്ട്. അപ്പം ആ ഒരു അനീതി കുട്ടിയുടെ ആ ഒരു എന്താ പറയുക, അനീഷേട്ടൻ വന്നില്ല. അനീഷിനെ കണ്ടില്ലല്ലോ, അനീഷ് വന്നിട്ടില്ല, അത് എത്തിയിട്ടില്ല. അപ്പോൾ സന്തോഷം. നിങ്ങളെ പേടിച്ചായിരിക്കും അനീഷേട്ടൻ വരാതിരുന്നത്. ഒന്നാമത്തെ അറിയോ, നമ്മളിപ്പോൾ ബിഗ് ബോസിൽ ചിലപ്പം പലതും ഗെയിമിന്റെ ഭാഗമായിട്ട് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ പറഞ്ഞു എന്നൊക്കെയാണ്. അങ്ങനെ അവിടെ കാണുന്നൊന്നല്ല സൗഹൃദം എന്ന് പറയുന്നത്. അതിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുള്ള സൗഹൃദം ഉണ്ടല്ലോ, ആ ഒരു സൗഹൃദം നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിച്ചു. എന്ന് വെച്ചാൽ ആ ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഒരാളുടെ മനസ്സിലില്ല. എല്ലാവരും വളരെ ഓപ്പൺ ആയിട്ട് ഗംഭീരമായിട്ടുള്ളൊരു പ്രോഗ്രാം. അനീഷേട്ടൻ വരാത്തതിൽ വേറെ കുറെ കമന്റുകൾ വരാൻ പോകുന്നുണ്ട്. അത് വരുമായിരിക്കും, അത് സ്വാഭാവികം. എന്ന് വെച്ചാൽ ഈ നല്ലത് പറയുന്ന ആൾക്കാർക്ക് ഇച്ചിരി മടിയാന്നേ, മോശം പറയാൻ വേണ്ടിയാണല്ലോ ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവും അല്ലേ. നമ്മൾ പിന്നെ കുറെ കേട്ട് പഴകിയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഇഷ്ടംപോലെ ഇതിൻ്റെ അടിയിൽ വരുമല്ലോ, കേട്ട് പഴകിയോണ്ട് കുഴപ്പമില്ല. താങ്ക് യു എല്ലാവർക്കും, കമന്റ് ഇടുന്നവർക്ക് എല്ലാവർക്കും. ഓക്കെ, നൈസ്. ബൈ ബൈ. വന്ന് എന്റെ ചേട്ടനെ ചുള്ളിലെന്ന് കേട്ടോ, ഒളിച്ചിരിക്കുക. വണ്ടി ഓടിക്കുന്നില്ല, അപ്പുറത്ത് ഇന്ത്യ ചേട്ടൻ പോയിട്ട് വന്നത്. അതാണ് ബ്രദർ തൊപ്പി വെച്ചത്. ഹായ്. ചേച്ചി മറ്റേ ബാഹുബലിയിലെ മറ്റേ പോലെ അനുഷ്കനെ പോലെ ആരെ പോലെ? അനുഷ്ക കേക്കണ്ട, ഈഗോ അടിച്ചാലല്ലേ. അതെ അതെ, പോയിട്ട് വരട്ടെ. ഓക്കെ, ബൈ ബൈ, കാണാതെ. ഇതേപോലെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പോവുമായിരുന്നു. ആ ചോദ്യത്തിനോട് വല്ല പ്രസക്തി ഉണ്ടോ? ഇല്ലല്ലോ. പിണക്കമുള്ളവര് ഇത് വരില്ല, മനസ്സിലായില്ലേ? ആ, പിണക്കമുള്ളവര്. പക്ഷെ ഞങ്ങൾക്ക് മറ്റേ നന്മ മരങ്ങളാണ്. ഓക്കെ, ഇതൊക്കെ അങ്ങനെ പിണക്കും വഴക്കൊന്നും കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ്. അത് മോള് പറഞ്ഞിട്ട് കയറിട്ടോ രക്ഷിക്കാൻ നോക്കുമ്പോഴത്തേക്ക് സമ്മതിക്കത്തില്ലേ? നിങ്ങളാണ് ക്വസ്റ്റ്യൻ ചോദിച്ച് പണക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. മീൻസ് അത് ഞാൻ പറഞ്ഞതാ. ഷോ ആയിരുന്നു. അത് കഴിഞ്ഞു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണലി ഒരു ഇഷ്യൂസ് ആരുമായിട്ടും ഇല്ല. അതുകൊണ്ട് സഹകരിക്കുന്നു, പോണം. അങ്ങനെയല്ല മനുഷ്യന്മാരില്ലേ. ഇനി കുറച്ചു നേരം ഇത്രയും നേരം ഞാൻ കുറച്ച് സാധിച്ചിട്ടില്ലേ, എൻ്റെ ഡാൻസ് മാക്കിനെ പറ്റിയിട്ട് ഒന്ന് പറയൂ, ആരെങ്കിലും ഒന്ന് ചോദിക്കൂ, പറയൂ. സമയമായിരുന്നു ഞാൻ പോയത്. എല്ലാം ഒന്നും ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടു, ഭയങ്കര മോശം. മോയ്ക്കൊന്ന് ഒരു തരി പോലും സാരി വാങ്ങിക്കല എല്ലാം പിന്നി പോകും. ഇവിടെ ഡാൻസ് ധമാക്ക അടിപൊളിയായിരുന്നു ഗൈസ്. അതില് അവൻ പെണ്ണിന്റെ ഒരു വേഷം ഇട്ടിട്ട് വന്ന് അടിപൊളിയായിട്ട് തകർക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അതെ, ഇനി വെറുതെ പിന്നെ ബാക്കി വരുന്നത്. മോയ്ക്ക് എന്ന് പറഞ്ഞ പ്രാണിയെ പറ്റുന്ന ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. അത് കേട്ടിട്ടില്ല, ഇപ്പോഴാണ് കേൾക്കുന്നത്. ബട്ട് ഇറ്റ്സ് വെരി നൈസ്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും തന്ന സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും പെട്ടെന്നൊരു. പക്ഷെ ഇത് മോയ്ക്കിന്റെ അല്ല, പക്ഷെ മോയ്ക്ക് തന്ന പൈസ. അതെ, ഇത് എന്റെ സ്പോൺസർഷിപ്പ്. അപ്പൊ ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആടി മാറുമെന്ന് അറിയാമല്ലോ. ഇല്ല ഇല്ല, മാറിയിട്ട് കാര്യമില്ല. നിന്നെ വിളിച്ച സമയത്ത് നീ വന്നില്ല. നൂന് പറഞ്ഞയച്ചു. ഇപ്പൊ നൂമിന്റെ ആവശ്യമില്ലല്ലോ, ഞാൻ ഉണ്ടല്ലോ ബ്രദറായിട്ട്.
കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ നോബിളി. ഞങ്ങൾ പിന്നെ കൊണ്ട് ഇപ്പൊ എല്ലാവരും പറയുന്നത് നൂബിന്റെ ബിന്നിടാൻ പിറക്കാണ്ട് പോയ ഒരിക്കലും മകനായിരുന്നു. അങ്ങനെ ആരും പറ അങ്ങനെ ആരും പറഞ്ഞു ആരും പറഞ്ഞില്ല. ഒരു തെറ്റുകാരി മക്കൾക്ക് വേണ്ട കേട്ടോ. ശരി ഞങ്ങൾ പോട്ടെ. ഞാൻ പ്ലേറ്റ് കൊടുത്തിട്ട് വരട്ടെ. എനിക്ക് പിന്നെ ഓവറൊക്കെ ചെലവാക്കുന്നു പോട്ടെ. ശരി അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്. ഹാപ്പി ആണ് അഡ്വാൻസ്. നിങ്ങളിങ്ങനെ അങ്ങോട്ട് വീഴല്ലേ കേട്ടോ ഇങ്ങനെ നടന്ന്. എന്നാൽ നിങ്ങൾ വിട്ടാലേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. ഓക്കെ ശരി ബൈ. ഇവിടെ ചേട്ടൻ ഫോട്ടോ എടുക്കും. ഞാൻ ഒന്ന് പോസ്റ്റ് ചെയ്യും. അകത്ത് പോകട്ടെ കണ്ടുണ്ട്. നീ എന്റെ വായില് എവിടെ പോയി? എക്സ്ക്യൂസ് മീ, അവിടെ നിൽക്ക്. വാ ഇങ്ങോട്ട്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു. വാ, ആ പച്ചക്കുട്ടിനെ അങ്ങോട്ട് വിളിക്കുക. സാറിനെ വിളിക്കുക. നിങ്ങൾ തന്നെ ഇപ്പം എനിക്ക് ഒറ്റയ്ക്ക് അങ്ങനെ കണ്ടിട്ടൊന്നും വേണ്ട. ബിക്കോസ് ഇത് ഇവർ ഡിസേർവിങ് ആണ്. ഇവരാണ് നേരത്തെ ഡാൻസ് കളിച്ചത്. പക്ഷെ ഇങ്ങനെയുള്ളവരാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതായത് എന്നെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴത്തേക്കും ദിസ് ഈസ് ആക്ച്വലി ദേ ആർ ലിവിങ് വിത്ത് ദെയർ ടാലന്റ്. അങ്ങനെയുള്ളവരാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഞാൻ ഒരു നിമിഷം പറയാമല്ലോ, എനിക്ക് പൊതുവെ എന്നെക്കാട്ടി നന്നായി ഡാൻസ് കളിക്കുന്നവരെ കാണുമ്പോൾ പൊതുവെ എനിക്ക് അസൂയ കുശുമ്പം വരും. മനുഷ്യരാണ് ബേസിക്കലി. എനിക്ക് അങ്ങനത്തെ സാധനമുണ്ട്. പക്ഷേ ഞാൻ ഒരു നിമിഷം അത് ചിന്തിക്കാൻ കൂടി പറ്റില്ല. തമ്പിച്ച് നിന്ന് പോയി ഒരു നിമിഷത്തേക്ക്. ഏതോ സ്റ്റുഡിയോയുടെ പേര് അടക്കയും വെറ്റിലേയും വൈകാണ്ട് ഞാൻ പാഴ്സലാണ്. ഞാനിപ്പോ ഡാൻസ് ബാക്കിയാണല്ലോ, അതുകൊണ്ട് എനിക്ക് ഡാൻസ് പ്രൊമോട്ട് ചെയ്യണ്ടല്ലേ. പച്ച എവിടെ? സോം ചെയ്യും. ഭയങ്കരമായിട്ട് അനുമോളുടെ ആ വീഡിയോയിൽ കാണാൻ പറ്റും. എനിക്ക് ഭയങ്കര അട്രാക്ഷൻ. എനിക്ക് പേഴ്സണലി അറിയാലോ ഒരാളുടെ സ്വാഗ്. ലവ് ദാറ്റ്. ഓണം അടുക്കാറായില്ലേ? അതാ ഹാപ്പി ഓണം. എല്ലാവർക്കും ഹാപ്പി ഓണം. എന്റെയോ കൈ കേട്ടാ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കണക്ക് സസ്പെൻസ് ആയിരിക്കുമോ? നമ്മൾ വേറെ ആദ്യമോ കല്യാണം ചെയ്യുന്ന പറ്റുമത്തില്ലായിരുന്നു. ആ ശരി ശരി ശരി. എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ചിലപ്പോൾ സസ്പെൻസ് ആയിരിക്കും. സസ്പെൻസ് ആകാതിരിക്കാം. അപ്പോൾ ഉടനെ ഉണ്ടാവും. സന്തോഷമായി. എല്ലാവരും ഹാപ്പിയായി. പിന്നെ അനുവിൻ്റെ ചേച്ചിയും അച്ഛനും അമ്മയും എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇന്നലെ അടിപൊളിയായിരുന്നു. റിസപ്ഷനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ആക്ച്വലി ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അനു ഇങ്ങനെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറയുമായിരുന്നു. അനുവിന് ഉടനെ തന്നെ കല്യാണം കഴിക്കണം അങ്ങനെയൊക്കെ പറയുമായിരുന്നു. എന്തായാലും അവളുടെ ആഗ്രഹം പോലെ തന്നെ നല്ലൊരു പാർട്ട്ണറിനെ കിട്ടി. കഴിഞ്ഞ വർഷം ഈ സമയം തന്നെ. ഈ വർഷം വധുവായിട്ട് കണ്ടതിൽ ഒത്തിരി സന്തോഷം. ശരി എന്നാ പോട്ടെ. ഓക്കെ ഹാപ്പിയാണ്. അനീഷേട്ടൻ അറിയില്ല. വിളിച്ചിട്ടുണ്ട്. എല്ലാവരും വിളിച്ചിട്ടുണ്ടല്ലോ. മേ ബി എന്തെങ്കിലും ഷൂട്ട് എന്തെങ്കിലും തിരക്കായിരിക്കും. അതായിരിക്കും. എനിക്കറിയില്ല. ഞാൻ കുറച്ച് മുന്നേ അല്ലേ വന്നത്. ഞാൻ കണ്ടില്ല ആരൊക്കെ വന്നു. ശരി. അപ്പം കുറേ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ മണികർണിയുടെ ഇതും മണികർണിയുടെ എൻ്റെ സ്വന്തം ബിസിനസ്സിൻ്റെ തന്നെ. ശരി അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്. ഹാപ്പി ഓണം. എല്ലാവരും കണ്ടല്ലോ സന്തോഷം. ഹാപ്പി ഓണം. എല്ലാവർക്കും ഹാപ്പി ഓണം. എങ്ങനെയുണ്ട് ഫോട്ടോ? ഒന്നും പറയാനില്ല. ഭയങ്കര ഹാപ്പിയാണ്. സന്തോഷം.
നിങ്ങൾ പറ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? കഴിച്ചില്ല, കഴിച്ചില്ലേ? കഴിക്കാൻ പോണതേ ഉള്ളൂ. തന്നില്ലേ? ശ്ശോ. ചേച്ചി കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി ഫുഡ് സത്യം. ഞാനും ആരും നമ്മളെല്ലാവരും ഒന്ന് പറയായിരുന്നു കപ്പ മീൻകറി സൂപ്പർ ഫുഡാണ്. ഇനി വിശപ്പിൻ്റെ ആണോന്ന് അറിയില്ല, ഇവിടെ അല്ലാതെ ഫുഡ് അടിപൊളിയായിരുന്നു. നന്നായിട്ട് നല്ല മംഗളമായിട്ട് നടന്നു കല്യാണം. സോ ഹാപ്പി ഫോർ ഹർ. കല്യാണത്തിന് കണ്ടില്ല? കല്യാണത്തിന് ആ ഓണമല്ലേ മോനെ, കുറച്ച് 10 പൈസ ഉണ്ടാക്കുന്ന സമയമാണ്. ഇല്ല തിരക്കായിരുന്നു. ഓണമല്ലേ എവിടെ വരെ എത്തി? ഓണം കഴിയാറായി വേണം. അല്ല തുടങ്ങുകയാണ്. പക്ഷെ ഞങ്ങളുടെ സെയിൽ പിന്നെ ഓണത്തിന് നിങ്ങളുടെ എന്തൊക്കെയാണ് വിശേഷം? ഇതൊക്കെ തന്നെയാണ് വിശേഷം. പിന്നെ എങ്ങനെയുണ്ട് എന്റെ സാരി? പറഞ്ഞില്ലേ സാധാരണ എപ്പോഴും നിങ്ങൾ അതിനെ കുറിച്ചല്ലേ പറയുന്നത്. സാരി കൊള്ളാം, ലുക്കായിട്ടുണ്ട്. മൂക്കുത്തിയെ കുറച്ചുകൂടെ ഭംഗി. മഹാരാഷ്ട്രീയൻ കണ്ണുകൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ സമയം സ്പോൺസർ ചെയ്യണേ. പ്ലാൻ ചേച്ചി അനുമോളിന് തമിഴ്നാട്ടിലെല്ലാം പോവോ താമസം? നല്ല നാടല്ലേ തമിഴ്നാട്. ഞാൻ പകുതി തമിഴത്തിയാണെന്ന് അറിയാമോ? ചേച്ചിയാ? എന്റെ റൂട്ട്സ് തമിഴ്. നല്ലല്ലേ? ഇപ്പം 2 സ്റ്റേറ്റ്, എന്താ സ്റ്റോറി ഓഫ് 2 സ്റ്റേറ്റ്സ്. സന്തോഷം, ഭയങ്കര സന്തോഷമുണ്ട്. ബിക്കോസ് ലാസ്റ്റ് ടൈം ഞാൻ, നിങ്ങൾ കേട്ടോന്നറിയില്ല, ലാസ്റ്റ് ടൈം ഞാൻ ആളെ കാണുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ മാസ്ക് ഒക്കെ ഇട്ടിട്ട് അവൾ വന്ന് സംസാരിക്കാൻ വന്നപ്പോൾ കല്യാണത്തിൻ്റെ തിരക്ക് അവള് എല്ലാം ഓടി നടന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തൊരു ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് അവള്. ഗോ ഗെറ്ററാണ്. ശരിക്കും കല്യാണ വീഡിയോ കണ്ടപ്പം ലിറ്ററലി സന്തോഷ കണ്ണീര് ഒരുപാട് പേർക്ക് അവളെ അറിയാന്നുള്ള, അവളുടെ കഷ്ടപ്പാട് അറിയാന്നുള്ള ഒരുപാട് പേരുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും. ഇനിയെങ്കിലും ഈ ഓട്ടപ്പാച്ചിലില്ലാതെ അവൾക്ക് നല്ലൊരു ഹാപ്പി ലൈഫ്, മാരീഡ് ലൈഫ് സംഭവിക്കട്ടെ. സോ ഹാപ്പി. അനീഷ ബിഗ് ബോസ് അനീഷിന്റെയോ? അനീഷ കല്യാണമായോ? അല്ല, വിളിച്ചില്ലേന്ന് അനുമോള്? അനുമോളുടെ അടുത്തല്ലേ ചോദിക്കണ്ടേ? എന്നിട്ട് ചോദിച്ചിട്ട് എല്ലാരും വന്നായിരുന്നു. അപ്പൊ എല്ലാരും വന്നായിരുന്നു ബിഗ് ബോസില്. അനീഷേട്ടാ ചോദിച്ചു. അറിയില്ല, ചോദിച്ചിട്ട് പറയണോ? ചോദിക്കണം, നിങ്ങൾ നേരത്തെ ചോദിക്കോ? പിന്നെ ചോദിക്കട്ടെ, എന്താ ഈ ജാൻമണിയുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം. പതുക്കെ കേറി 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 എവിടെ കയറി നിൽക്കും. എന്താ അറിയണ്ടേ? അതാ ചോദിച്ചത്. ജാൻമണിയെ കുറിച്ച് എന്താ അറിയണ്ടേ? അവളെ എല്ലാവർക്കും ഇപ്പോൾ ഒരുവിധം മലയാളികൾക്കൊക്കെ അവള് എന്തുമാത്രം പലരും ചിന്തിക്കാതെയാണ് അവൾ എടുത്ത് പറയുന്നത്. പിന്നെ പ്രൊട്ടസ്റ്റിന് പോയതിൽ ഒബ്വിയസ്ലി എന്നെപ്പോലെ ഒരുപാട് പേർക്ക് സന്തോഷമുണ്ട്. അവൾ അത്രയും സ്ട്രോങ് ഒരു ഡിസിഷൻ എടുത്ത് കുട്ടികൾക്ക് വേണ്ടി അവിടെ പോയി ഫൈറ്റ് ചെയ്തെങ്കിൽ അതിന് ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. പക്ഷേ ബഹുമാനപ്പെട്ട് PM അഗെയിൻസ്റ്റ് സംസാരിച്ചതിനോട് ഞാൻ യോജിക്കുന്നില്ല. ആ ഒരു പൊസിഷനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. മാത്രമല്ല അപ്പം അങ്ങനത്തെ ഒരു കാര്യമാണ്. അല്ലാതെ അവളോട് ഇപ്പോഴും സ്നേഹമാണ്, എല്ലാമാണ്. ബട്ട് നമുക്ക് തെറ്റാണെങ്കിൽ നമ്മൾ തെറ്റെന്ന് പറയാൻ പറ്റണം. അതാണ് സുഹൃത്തുക്കൾ. അതുപോലെ തന്നെ നല്ലത് കണ്ട് അപ്രിസിയേഷൻ കൊടുക്കാനും പറ്റണം. അതെയാ ചേച്ചി പോവേണോ? പോണ്ടേ? അല്ല ചോദിച്ചു. അവരെവിടെ? നാളെ പോവാനുള്ളതാ കൊച്ചിക്ക്. നിങ്ങൾ അപ്പുണ്ണി ചേട്ടൻ അറിയോ? ആർട്ട് ഫിലിം മേക്കർ അപ്പുണ്ണി ചേട്ടൻ്റെ ഒരു ബില്ലിയാർഡ്സിൻ്റെ ഒരു ഇത് ഓപ്പൺ ചെയ്യും. നല്ല ഇനോഗ്രേഷനാണ്. അത് കഴിഞ്ഞ് മറ്റന്നാൾ മനുഷ്യരെങ്ങാട്ടി ലോയലല്ലേ ഇവരൊക്കെ? ഇവരെന്നും എന്നും അതുപോലെ ഉണ്ടാവും. മനുഷ്യരുടെ കാര്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മനുഷ്യരാണ് ഏറ്റവും കൂടുതൽ നിറം മാറുന്നത്. ഇവരൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും.
നിങ്ങൾ കണ്ടോന്ന് അറിയില്ല, ഒരു മാസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു റെസ്ക്യൂഡ് ബേബി സ്ക്വയറിലായിരുന്നു. അല്ല പിന്നെ ചുമ്മാ ഇല്ല, ഇത് പംകിൻ എനിക്ക് എൻ്റെ അവൻ്റെ 4 കുട്ടികളാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. സുഖമാണോ? ജിസേലിനെ കാണപ്പോൾ രാജകുമാരിയെ പോലെ ഉണ്ട്. ജിസേൽ, you look so gorgeous. ശരി, ഇതുപോലൊരു കല്യാണം വേണ്ടേ? എനിക്ക് നാളെ പറഞ്ഞു വല്ല പ്ലാനും ഉണ്ടോ? വളരെ എങ്ങാനും അത് പറഞ്ഞു ഒലക്കല്ലേ? അനുമോൾ ലൈക്ക് ലോട്ട് ഓഫ് ബെസ്റ്റ് വിഷസ് ടു അനുമോൾ. അതാണ് അവളെ സപ്പോർട്ട് ലൈക്ക് യു കം ടു സെലിബ്രേറ്റ് അനുമോൾ. സോ യാ, നിങ്ങൾ കഴിച്ചോ എല്ലാം ഓക്കെ? ഗുഡ് നൈറ്റ്. പോട്ടെ ഇവിടെ എങ്ങനെയുണ്ട് കല്യാണം? നിങ്ങളെല്ലാവരും സൂപ്പറല്ലേ? ക്രിക്കറ്റിലേക്ക് എങ്ങനെ പോകുന്നു? അടിപൊളി, നല്ല പ്രാക്ടീസ്, എല്ലാം സൂപ്പറായിട്ട് പോകുന്നു, സ്മൂത്തായിട്ട് പോകുന്നു. അടുത്ത CCLന് വേണ്ടി നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളെല്ലാവരും ഹാപ്പി അല്ലേ? ഫുഡ് കഴിച്ചില്ലേ എല്ലാവരും? ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ് ഗൈസ്. ഗുഡ് നൈറ്റ്. ശോഭ ഇല്ല, എടുത്തിട്ടില്ല. Hi Giselle, how are you? Good. ചോദിക്കുക എത്ര സമയം എടുത്തു മുടി ശരിയാക്കാൻ, എത്ര സമയം എടുത്തു ലുക്ക് ഒക്കെ സെറ്റാക്കാൻ, ഡയമണ്ടിൻ്റെ ഇതൊക്കെ ഇട്ടാൻ, അതൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ. എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങൾ? നല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങൾ. എത്ര സമയം എടുത്തു, ഇതിന് എത്ര സമയം എടുത്തു റെഡി ആവാൻ? ശരിക്കും പറ, സമയം എടുത്തു? ഇച്ചിരി സമയം എടുക്കും, പെണ്ണുങ്ങളായ സമയം എടുക്കും. അല്ല നിന്നെ പോലെ അങ്ങനെയല്ല, ജിസിന് പറയണോ നമ്മള് പറയണം? നീ പറ. ഒരു കാര്യം നമ്മൾ എത്തുന്നത് 7 മണിക്കാണ്. പെട്ടെന്ന് റെഡിയാകും. പെണ്ണുപിള്ളമാർ ഒന്നും പറയാനില്ല ഗൈസ്. നമ്മൾ 6 മണിക്കാണ് ഇവിടെ എത്തിയത്, 10 മണിക്ക് ഇവിടെ റെഡി ആകും. 7 മണിയാ. 3 മണിക്കൂർ നാളില്ലേ? വാ കണ്ട അവൻ പല്ലിക്കത്തിലെ കുളിക്കത്തിൽ അവൻ ഇങ്ങനെ ഉറക്കം എഴുന്നേറ്റ് വരും. പെണ്ണും പിള്ളേർ താങ്ക് യു. एक्सपोज करने था സൂക്ഷിയല്ല, സൂക്ഷിക്കണം. വണ്ടിയിനകത്ത് हम इधर ही है अभी. अല്ല ഹിന്ദി പറ. ഞാൻ മലയാളം മാത്രമേ പറയൂ. ഹിന്ദി പറഞ്ഞു പോയി. എന്റെ വണ്ടി മാറി. ഹാപ്പി ആണോ? ഹാപ്പി ആണോ ബ്രോ? ശോഭ ബാ. താങ്ക് യു ഏട്ടാ. ഗുഡ് നൈറ്റ്. കാണാം. ഫുഡ് കഴിച്ചില്ലേ എല്ലാവരും? ഗുഡ് നൈറ്റ്. 1 month ഇതുവരെ മാറ്റം ഇപ്പം ആന്റിബയോട്ടിക്സ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള അലർജി ഇതുവരെയായിട്ടും എനിക്ക് ഇങ്ങനെ എൻ്റെ ആക്നിയോ അല്ലെങ്കിൽ സ്കിന്നിൽ അത്ര ഒരു പ്രശ്നം, ഡസ്റ്റ് അലർജി വരാറുണ്ടെന്നല്ലാണ്ട് ഇത് കുറച്ച് ഇതാണ്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെൻ യു ആർ ട്രാവലിംഗ്, സ്പെഷ്യലി ട്രെയിനിൽ പോകുമ്പോൾ സ്വന്തമായിട്ട് പില്ലോ കവറും സ്വന്തമായിട്ട് കൊണ്ടുപോവുക. എനിക്ക് ഇതുപോലെ പില്ലോ യൂസ് ചെയ്തിട്ടാണ് അലർജി വന്നത്. അതിൽ ട്രീറ്റ്മെൻറ്റിലാണ് പഠിക്കുന്നത്. എന്താണ് ചങ്സിന്റെ വിശേഷങ്ങൾ പറയൂ?
വിശേഷങ്ങൾ. അനുമോളെ കല്യാണം കഴിഞ്ഞു, റിസപ്ഷനും കഴിഞ്ഞു. ഇത്രയും നാളത്തെ ഓൾറെഡി ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് കേട്ടോ. ഓരോ ഫങ്ഷൻസായിട്ട് ഇങ്ങനെ പുറത്തിടുന്നതേ ഉള്ളൂ, ഔട്ടിടുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും റിസപ്ഷൻ കഴിഞ്ഞു, ഭയങ്കര രസമായിരുന്നു. ഒരുപാട് പേരെ കണ്ടു, കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും ഒരുമിച്ച് കണ്ടു. ഇങ്ങനെ ഫങ്ഷൻസ് വരുമ്പോഴല്ല എല്ലാവരെയും കാണാൻ പറ്റുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു. നിങ്ങൾ എല്ലാവരും ഹാപ്പി അല്ലേ? ഓണമൊക്കെ ഓണം വരുവാണ്, ഓണം പ്രോഗ്രാംസ് ഒക്കെ വരുവാണ്. നാട്ടിൽ കുറേ പ്രോഗ്രാംസ് ഉണ്ട്. എൻ്റെ വീട് ഇവിടുന്ന് കുറച്ച് അടുത്താട്ടോ.